ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് വണ്ടൂർ കാളിക്കാവുള്ള ഹിമ ഓൾഡ് ഏജ് ഹോമിലാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. നമ്മൾ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് കൂടിയിട്ട് ഇവിടെ ഒരു മീറ്റപ്പും പ്ലസ് ഇവിടെ ചെറിയൊരു ഡൊണേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഹിമ ഓൾഡ് ഏജ് ഹോം. ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ കുറേ സ്ഥാപനങ്ങൾ കാണാനും അവിടെ സന്ദർശിക്കാനും അതിലുള്ള ഒരു ഭാഗമാകാനൊക്കെ പറ്റിയെന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത്. കാരണം നമ്മളൊക്കെ ഇങ്ങനെ കേട്ടുകേൾവി മാത്രമല്ല ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാനൊക്കെ ഇവരൊക്കെ കാരണക്കാരായി എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരാവും കുറേ ഇൻഫ്ലുവൻസേഴ്സൊക്കെ. ഒരു ഗർഭിണിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിവിടെ കണ്ടത്. ഗർഭിണിയാണെങ്കിലും ഞാൻ തളരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിറഞ്ഞ കയ്യടി. കാരണം ഈ ഒരു അവസരത്തിലും 4ാമത്തെ വർഷമാണ്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ അഥവാ ഞാൻ മരിച്ചാലും നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു പ്രാർത്ഥനയുള്ളൂ, പറയാനും ഉള്ളൂ കേട്ടോ. അതല്ല എല്ലാ കൊല്ലത്തും നടത്തിപ്പോകുക. കാരണം നമ്മളൊരു നേരത്തേക്ക് ഭക്ഷണം കൊടുത്താൽ നമുക്കൊരു കൂരിട്ടുന്ന കാര്യം കൂടിയാണല്ലോ. അപ്പൊ എല്ലാ കൊല്ലം നമ്മൾ ജൂണിലാണ് നടത്തല്. ഇപ്രാവശ്യം നമ്മൾ മെയ്ക്കാക്കി, കാരണം മഴയൊക്കെ പെയ്താൽ കുടുങ്ങോലോ കരുതിയിട്ടാണ്. അതുപോലെ തന്നെ കേരളം മരിച്ചാലും നമ്മൾ ഈ പരിപാടി ഭംഗിയായി നടത്താത്തവര് ഇത് നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തുക. അപ്പൊ ഈ പരിപാടിയെ കുറിച്ച് ഔദ്യോഗികമായിട്ട് സംസാരിക്കാൻ ഞാൻ അസ്ത്രാലിക്കോടിന്റെ പേരിലേക്ക് ക്ഷണിക്കാൻ സ്വാഗതം ചെയ്യുകയാണ്. വാർദ്ധക്യത്തിന്റെ സമയത്ത് നോക്കാൻ തയ്യാറല്ലാത്ത മക്കൾ അവര് ഇവിടെ കൊടുന്ന് ആക്കുക, അതല്ലെങ്കിൽ ഒഴിവാക്കി വിട്ട ആളുകളെ പല സ്ഥലത്തുനിന്നും കൈ ചേർത്ത് പിടിച്ച് ഇവിടെ ഈ ഹിമ കെയർ ഹോമിലേക്ക് അവര് കൊടുന്ന അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ അന്തേവാസികളായിട്ട് കഴിയുന്നത്. അപ്പൊ അവർക്ക് ഒരു നമ്മളാൽ കഴിയുന്ന ഒരു സന്തോഷം കൊടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ പരിപാടി നമ്മളെ ഗ്രൂപ്പിൻ്റെ ഒരു നെടുന്തൂണായ KL റജീന ഇങ്ങനൊരു പരിപാടി ആദ്യമായിട്ട് സംഘടിപ്പിച്ചത്. സ്ഥാപനങ്ങളിലെ ആളുകൾ കഴിയുന്ന അവസ്ഥ നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മൾ കണ്ണടച്ചും കൊണ്ടൊന്ന് ആലോചിച്ചാൽ മതി. അപ്പം ഇതുപോലുള്ള അവസ്ഥ നമുക്ക് ആർക്കും വരരുതേ എന്ന് ദൈവത്തോടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇതുപോലുള്ള ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കാൻ മാക്സിമം നമ്മൾ തയ്യാറാവുക. നമ്മളെ ഈ കൂട്ടായ്മ 4 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഈ ഒരു പബ്ലിസിറ്റിക്കോ ഒരു വീഡിയോക്കോ വേണ്ടി മാത്രമല്ല, നമ്മളെ മനസ്സിൽ എപ്പോഴും ഇതുപോലുള്ള നന്മകൾ ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്. ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ഒരു 30 മാക്സി അവരെ തന്നിട്ടുണ്ട്. അപ്പൊ അത് കൈമാറുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ KL മലപ്പുറത്തിനെയും അതുപോലെ ഷഹീദ ഷാലുവിനെയും നമ്മുടെ ഉസ്താദിനെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പിലുള്ള ഷഹീദ ഷാലു, ഐഷാൾ മാക്സി എന്ന് പറഞ്ഞിട്ട് മാക്സി ഷോപ്പൊക്കെ ഉള്ള ഇവരാണ് ഇവിടുത്തെ വയോധികർക്കും വേണ്ടിയിട്ടുള്ള മാക്സികളാണ് കേട്ടോ അവർ കൈമാറ്റം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബിസ്മി വ്ളോഗിലെ വാഹിദ കുറച്ച് ഫുഡ് ഐറ്റംസ്, പിന്നെ സംഗു കഹാനി ഓലെ ബർത്ത്ഡേനി അന്ന് അപ്പോൾ വകയായിട്ട് ഒരു ചാക്കരി അവിടേക്ക് ഭക്ഷണം കൊടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് ഇവരും കുറേ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിനി. ഈ കൂട്ടായ്മയുടെ പേര് പറയാതെ തന്നെ ഞങ്ങൾക്കൊക്കെ സുപരിചിതമായ ഒരു ടീമാണ് ഹിമ കെയർ ഹോമും അതുപോലെ അതിനോടനുബന്ധമായ ഒരുപാട് ദീനദയാ പ്രവർത്തനങ്ങളുടെ ഒരു സ്ഥിരാകേന്ദ്രമാണ് ഇന്ന് ഹിമ എന്നത്. മുസ്ലിമായും അവൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് ജീവിച്ച് അവരുടെ ആചാരപ്രകാരം തന്നെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയുക എന്ന് പറയുന്നതും ഇന്ന് അത് നമുക്കൊക്കെ പലപ്പോഴും നമുക്ക് നമ്മുടെ വീടുകളിലും നാടുകളിലും താമസിക്കുമ്പോൾ അതൊരു വലിയ സംഭവമായി തോന്നില്ല. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഒരു സ്വത്തുണ്ടല്ലോ, സ്വന്തമായി ഓരോരുത്തരും ഒരു ആത്മാഭിമാന ബോധമുണ്ടോ, അതിന് വലിയ ഒരു മുതൽക്കൂട്ടാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങൾ. ഞാൻ മരിച്ചാൽ എന്നെ എൻ്റെ വിശ്വാസപ്രകാരം അടക്കം ചെയ്യണമെന്ന് പറയാൻ അതിനുപോലും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അഗണ്യതയിലായ മനുഷ്യരെയാണ് നമ്മൾ
ഇവിടെ കൊണ്ടുവന്ന് സംരക്ഷിച്ച് അവർക്കൊക്കെ ഈ ലോകത്തോട് നല്ല നിലയിൽ യാത്ര പറയാൻ അവസരമില്ല. ഇന്ന് 10-20 ആളുകൾ ഇവിടെ ഡയാലിസിസ് ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രവാസ ജീവിതവും മരപ്പണിയും അതോടൊപ്പം തന്നെ കഠിനാധ്വാനമൊക്കെ ചെയ്ത പല മനുഷ്യരും വൃക്കരോഗികളായി വന്നപ്പോൾ വീടിൻ്റെ ദുരവസ്ഥ മാത്രമല്ല, തൻ്റെ ആരോഗ്യസ്ഥിതിയും അതോടൊപ്പം തന്നെ സാമ്പത്തിക പരിസ്ഥിതിയൊക്കെ മോശമായപ്പോൾ അങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിൽ ഹിമ അവരെ കൈപിടിച്ചു കൊടുന്ന് അവർക്ക് ഡയാലിസിസ് സൗജന്യമായി ചെയ്തു കൊടുത്തു. രൂപ ഫുഡിന് ബാക്കി 16,000 ഹിമക്ക് കൈമാറി. ഈ പ്രാവശ്യം കുറച്ച് കൂടുതലാണ് എമൗണ്ട്. മാഷാ അല്ലാ, അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതലാവട്ടെ. നന്മ ചെയ്യാനുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാവട്ടെ. 14,000 ആണ് കഴിച്ചു, ബാക്കി 20,000 രൂപ ഹിമയ്ക്ക് കൈമാറി. ഇങ്ങനെയുള്ള ആശയങ്ങൾ കേരളനോ അസ്മക്കോ മാത്രമല്ല, നമുക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള പ്രോഗ്രാംസ് അർഹതപ്പെട്ട സ്ഥലങ്ങൾ ചെയ്യാം, ഇതുപോലെ ചെയ്തു കൊടുക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഗ്രൂപ്പിൽ നിന്ന് പിരിച്ചെടുത്ത എമൗണ്ടിനെയാണ് അന്നത്തെ ഉച്ചക്കത്തെ ഒരു നേരത്തെ ഫുഡ് ഓരോ കൂടെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചത് അവിടുത്തെ വൈദികരോടൊപ്പം. അതിൻ്റെ ബാലൻസ് വന്ന 20,000 രൂപ ചെക്കായിട്ട് ഹിമക്ക് കൈമാറിയിട്ടാണ് ഞങ്ങളെ ഗ്രൂപ്പിൻ്റെ സംഭാവന അവിടെ ഏൽപ്പിച്ചത്. പിന്നെ ഞങ്ങൾ എൻ്റർടൈൻമെൻറ്റായിട്ട് പാട്ടും കളികളൊക്കെ ആയിട്ട് അവിടെ കൂടി. പിന്നെ ഇവിടുത്തെ വയോധികരൊന്നും ഞാൻ കാണിക്കണില്ല, അവരൊക്കെ ഇവിടെ ഇരുന്നിട്ടുണ്ടായിനി. പക്ഷേ നമുക്ക് അങ്ങനെ എല്ലാവരെയും കാണിക്കാനുള്ള പെർമിഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താത്തതാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ആ ഒരു സന്തോഷം കുറച്ച് നേരമൊക്കെ ആഘോഷമാക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് പോകുന്നതാണ്. എല്ലാവർക്കും അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആളുകൾ ആ ഹോളിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഓൽക്കും ഞങ്ങളോടൊപ്പം തന്നെ അവിടെ ഫുഡ് കൊടുത്തണ്. അപ്പോൾ അതാ ഇതിൽ ഒരുപാട് മുഖങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളത് ഉണ്ടാവാം. ആരിത്? എന്താ വർത്താനം? ഇത് ഈ സാധനല്ലേ, ഞാൻ ഈ പളവളൊക്കെ പാടെ കണ്ടപ്പോ ആരോ തിരിഞ്ഞ അറിയോ എന്ത് എന്തായാലും കഷ്ടപ്പെട്ട് ഡയറ്റ് ചെയ്തതാ. ഞാൻ എന്താ മാറി വയ്ക്കാനാ? നീ പൊക്കറന്നായിട്ടിട്ട് അറിയണില്ല, കണ്ടിട്ട് അങ്ങനെ മാറ്റാൻ തോന്നുന്നില്ല. നീ ഡെയിലി വീഡിയോയില് കാണുന്നോണ്ടാണ് അറിയില്ല. എന്താ വർത്താനം? ഇപ്പൊ വരുന്ന വരവാ. നിങ്ങൾ എന്തായാലും എങ്ങനെ മാച്ചിങ് ആയി? ഫുഡ് കഴിക്കണം. എന്താ പാട്? കൊറേ ആയി കണ്ടിട്ട്. അപ്പോൾ ഇതാ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവരൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മൾ അസ്ഫറുന്നീസ, ഒരു സിംഗിൾ പാരൻ്റാണ്, 2 പെൺകുട്ടികളെ അമ്മയാണ്. പിന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. കുറേ പേര് അവിടെ ഇരുന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ട്രിപ്പ് ഇരുന്നിട്ടുള്ളൂ. പിന്നെ അതവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ബാവസ്താദ്, വിച്ചു വ്ളോഗ്, ഷഹീദ ഷാലുവിൻ്റെ മോന്, ഇങ്ങനെയൊക്കെ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഈ ചങ്ങാതി എടുത്താൽ കൊഞ്ഞനെ കുത്തിയുണ്ട്. ആരുതാ? വൈഫിൻ്റെ ഇരിക്കൂ. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈം വരികയാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു പ്രെയർ ഹാളുണ്ട്. ഇവിടെ നിന്ന് ഉള്ള കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോയി നിസ്കരിക്കാനുള്ള സൗകര്യം. അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾക്ക് ആണുങ്ങളാണ് ഈ ഒരു ഭാഗം ഉപയോഗിക്കുന്നത്. അപ്പോൾ നിസ്കാരത്തിൻ്റെ ടൈം എന്നൊരു ഇപ്പോൾ അവിടെ നിസ്കരിക്കാനും വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരൊക്കെ കാണുമ്പോൾ മനസ്സിൽ എന്തോ വല്ലാത്തൊരു നീറ്റലാണ്. കാരണം ശാരീരികമായിട്ടും അവശത അനുഭവിക്കുന്ന ആ ഒരു പ്രായത്തിലും ഇവിടെ വന്ന് ആരോരും ഇല്ലാതെ ഈ നിൽക്കേണ്ട ഒരവസ്ഥ പടച്ചവൻ്റെ ജീവിതത്തിൽ ആർക്കും വരുത്താതിരിക്കട്ടെ.
നമ്മളെ മക്കൾക്കായാലും നമുക്കും നമ്മളെ പേരൻസിനോടൊന്നും ചെയ്യാനോ അങ്ങനത്തെ ഒരവസ്ഥ സാഹചര്യം ഒന്നും വരുത്താതിരിക്കട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥന ഉള്ളൂ. ഇനി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നിഷ്കളങ്കമായിട്ടുള്ള പല അപ്പന്മാരും ഉമ്മമാരൊക്കെ നമ്മളെ കണ്ണിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര ഒരു വിങ്ങൽ കേട്ടോ. അത് ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ പോയി വന്നാൽ അവിടെ എത്തിയാലും ആ ഒരു തലവേദന മാറൂല. അതിങ്ങനെ ചിന്തിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ വേറൊരു റൂട്ടിലേക്ക് പോകുമ്പോഴാണ് എന്നാലും വീണ്ടും വീണ്ടും അവരെ പോകണം, കാണണം. അവർക്ക് ആ ഒരു സ്നേഹവും കരുതലും അതൊന്നും അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്ത മക്കളാണ് അവിടെ കൊണ്ടുപോയി ഇട്ടത് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും സ്നേഹം തുളുമ്പി ഒരുക്കണ അവർക്ക് നമ്മളങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹിച്ച് കൊല്ലാണ്. അപ്പോൾ ഇതൊക്കെ അവർക്ക് താമസിക്കാനുള്ള ഏരിയകളാണ് കേട്ടോ. അവിടെ ഓരോ ഇതിലും 3-4 ആളുകളെ വെച്ചിട്ട് പിന്നെ അവരെ ഡൈനിങ് ഏരിയ, അതുപോലെ പിന്നെ നിസ്കരിക്കാൻ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെയാണ്. ഇതൊക്കെ ഒരു ഹോം സ്റ്റേ പോലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത്. നമ്മളെത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവരൊന്നും എന്തെങ്കിലും കാണിക്കണില്ല. അവരൊക്കെ നമ്മളെ പ്രോഗ്രാമിൽ വരുത്തി അവിടെ ഇരുന്നിട്ടുണ്ടായിനി. പക്ഷേ ആ ടൈമിൽ നമ്മൾ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് സെപ്പറേറ്റ് കാണിക്കണ ഒരേ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഓരോ പ്രൈവറ്റ് ടൈമാണ്. ആ ടൈമിൽ നമ്മൾ വീഡിയോ എടുക്കണത് ശരിയില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് അച്ഛനമ്മമാരുണ്ട്, അനാഥരായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടായിട്ടും ആരും നോക്കാനില്ലാത്ത പല സാഹചര്യങ്ങളിൽ എത്തിപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് വീണ്ടും വരാനും ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഇനിയും സാധിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. നമ്മളെ ഈ ഒരു കൂട്ടായ്മൻ്റെ 4ാമത്തെ വർഷമാണ്. ഞാൻ ഫസ്റ്റായിട്ടാണ് ഇതിൽ വരുന്നത്. 4ാമത്തെ വർഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി തുടർന്നും ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.